റിപ്പോർട്ടർ ചാനൽ റീലോഞ്ചിങ്ങിന് ശേഷം അതിവേഗമാണ് കുതിച്ചുയർന്നത്. അതിവേഗം കുതിച്ചുയർന്നതിൻ്റെ പിന്നിൽ സുജയ പാർവതിയുടെയും സ്മൃതി പരുത്തിക്കാടിൻ്റെയും രാഷ്ട്രീയ വിശകലനങ്ങൾ, അവരുടെ ചർച്ചകൾ ഒക്കെ പ്രാധാന്യമേറിയ കാര്യമായിരുന്നു. ഡോക്ടർ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനൽ അതിവേഗം കുതിച്ചുയർന്നപ്പോൾ ബാർട്ട് റേറ്റിംഗിൽ അത് ഏഷ്യാനെറ്റിനെ പിന്തള്ളി. അങ്ങനെ ഏഷ്യാനെറ്റിനെ പിന്തള്ളിയ റിപ്പോർട്ടർ ചാനൽ പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലോമനയായി മാറി. കൈരളി TV ഉണ്ടായാലും റിപ്പോർട്ടർ TVയാണ് CPM പ്രവർത്തകർ കാണുന്നത്, ഇപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിനിടയിലാണ് പുതിയ ഒരു ചാനൽ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്, ബിഗ് ടി വി ന്യൂസിലേക്ക് സുജയ പാർവതി പോയതിന് പിന്നാലെ സ്മൃതി പരുത്തിക്കാടും അവിടേക്ക് ചേക്കേറുന്നു എന്നതാണ് അണിയറ വാർത്ത. സ്മൃതി പരുത്തിക്കാട് കുറച്ചു കാലമായി CPMൻ്റെ കണ്ണിലെ കരടാണ്. ഒരു പക്ഷം പിടിച്ച്, പ്രത്യേകിച്ചും കോൺഗ്രസ് പക്ഷം പിടിച്ച് സംസാരിക്കുന്ന, ചർച്ച നടത്തുന്ന ജേർണലിസ്റ്റാണ് സ്മൃതി പരുത്തിക്കാട്. സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ച ബഹിഷ്കരിക്കാൻ CPM തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ TVക്ക് വലിയ പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്തു. സുജയ പാർവതിക്ക് പിന്നാലെ സ്മൃതി പരുത്തിക്കാടും ബിഗ് TV ന്യൂസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായ വാർത്ത. ബിഗ് TV ന്യൂസ് വലിയൊരു സംരംഭമായാണ് കണക്കാക്കപ്പെടുന്നത്. കോടിക്കണക്കിന് മുതൽ മുടക്ക് നടത്തിയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. സുജയ പാർവതി കുറച്ചു കാലമായി റിപ്പോർട്ടറിൽ അതൃപ്തയായിരുന്നു. അവരുടെ സംഘരാഷ്ട്രീയം അവർക്ക് വിനയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത് മുതൽ തന്നെ ചർച്ച നടത്തുമ്പോൾ CPMന് എതിരായുള്ള ചർച്ച നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമാണ്. സുജയ പാർവതിക്ക് പിന്നാലെ സ്മൃതി പരുത്തിക്കാടും റിപ്പോർട്ടർ വിടുമ്പോൾ റിപ്പോർട്ടർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരെ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നത് സ്മൃതി പരുത്തിക്കാടാണ്. പക്ഷേ അന്ധമായ CPM വിരോധം സ്മൃതി പരുത്തിക്കാടിനെ ഒരു ജേർണലിസ്റ്റ് അല്ലാതാക്കി മാറ്റി. CPM സ്മൃതി പരുത്തിക്കാടിനെ ബഹിഷ്കരിക്കുന്ന ഘട്ടം വന്നു. ഈ സാഹചര്യത്തിൽ സ്മൃതിക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിക്ക് പിന്നാലെ ബിഗ് TV ന്യൂസിൽ ചേക്കേറുന്നത്. ഇതോടുകൂടി റിപ്പോർട്ടർ ചാനലിൻ്റെ രണ്ട് പ്രധാന മുഖങ്ങൾ മാറുകയാണ്. ചാനലിന് അതൊന്നും പ്രശ്നമാകില്ല എന്നുള്ളത് സത്യം. രണ്ട് മുഖങ്ങൾ പോയി കഴിഞ്ഞാൽ 4 മുഖങ്ങൾ തിരിച്ചു വരും. അതാണ് ചാനൽ ജേർണലിസത്തിൻ്റെ പ്രത്യേകത. ചാനൽ ജേർണലിസം ഒരിക്കലും ആധികാരികമായ ജേർണലിസമൊന്നുമല്ല. അപ്പോഴുള്ള വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അന്തിചർച്ചകൾ നടത്തുകയാണ് ചാനലുകളുടെ പ്രധാന പരിപാടി. ഇത്തരം അന്തിചർച്ചകൾക്ക് പ്രത്യേക തലം കൊടുത്തത് റിപ്പോർട്ടർ TVയാണ് എന്നുള്ളതും ശ്രദ്ധേയം. ആൻറ്റോ മുതലാളിയും അരുൺകുമാറും ഒക്കെ ചേർന്ന് അന്തിചർച്ചകൾ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പരിപാടിയായി മാറ്റിയപ്പോൾ അതിന് പ്രേക്ഷകർ കൂടി. റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ആദ്യം പോയത് ഉണ്ണി ബാലകൃഷ്ണനാണ് ഏഷ്യാനെറ്റിലേക്ക്. ഉണ്ണി ബാലകൃഷ്ണൻ കുറച്ചു കാലം റിപ്പോർട്ടറിൻ്റെ മുഖമായിരുന്നു. അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് ഉണ്ടായ ക്ഷീണം നികത്തിയത് സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിയും ചേർന്നായിരുന്നു. ഇരുവരും റിപ്പോർട്ടർ TVയുടെ ആശയത്തോട് പൊരുത്തപ്പെടുന്ന ആശയമല്ല സ്വീകരിച്ചിരുന്നത്.
ഇരുവരും ഇരുവരുടേതായ രീതിയിലുള്ള ആശയമാണ് സ്വീകരിച്ചത്. സ്മൃതി പരുത്തിക്കാട് അന്ധമായ CPM വിരോധം വെച്ച് പുലർത്തുമ്പോൾ സുജയ അന്ധമായ സംഘ്യപരിവാർ വിധേയത്വം വെച്ച് പുലർത്തി. എന്തായാലും ഇരുവരുടെയും ചർച്ചകൾ കാണാൻ ഒരു വിഭാഗം പ്രേക്ഷകർ റിപ്പോർട്ടർ ചാനൽ കാണുന്നു എന്നുള്ളതും ശ്രദ്ധേയം. റിപ്പോർട്ടർ ചാനൽ വളർന്നു വന്നത് ഇടതുപക്ഷത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. കൈരളി ചാനലിന് ഒരു ചുക്കും ചുണ്ണാമ്പും ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ ഇടതുപക്ഷത്തിൻ്റെ നാവായി മാറി. അവിടെ രണ്ട് വ്യത്യസ്ത സ്വരങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് പ്രതിഷേധ സ്വരങ്ങളാണ് ഉയർന്നത്. അത് സ്മൃതി പരുത്തിക്കാടിൻ്റെയും സുജയ പാർവതിയുടെയും പ്രതിഷേധ സ്വരങ്ങളായിരുന്നു. സ്മൃതി പരുത്തിക്കാട് നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്ന് CPM തീരുമാനിച്ചു കഴിഞ്ഞു. അത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലാണ് CPM. സ്മൃതി പരുത്തിക്കാടിനെ CPM ബഹിഷ്കരിച്ചത് ആൻറ്റോ മുതലാളിക്ക്, റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയായ ആൻറ്റോ മുതലാളിക്ക് വലിയ തിരിച്ചടിയാണ്. ഈ സാഹചര്യത്തിൽ സ്മൃതി പരുത്തിക്കാടിനെ പുറത്താക്കാൻ വരെ റിപ്പോർട്ടർ TV തീരുമാനിച്ചിരുന്നു. എന്നാൽ പുറത്താക്കുന്നതിലും അപ്പുറം സ്വയം ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന് സ്മൃതിയും തീരുമാനിച്ചിരിക്കുന്നു. ബിഗ് TV ന്യൂസ് എന്ന പുതിയ സംരംഭത്തിലേക്ക് ചാനലുകളിൽ നിന്ന് കൂടുമാറുന്ന ജേർണലിസ്റ്റുകൾ ഒന്നടങ്കം പോവുകയാണ്. സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും റിപ്പോർട്ടറിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ റിപ്പോർട്ടറിലെ രണ്ട് സെലിബ്രിറ്റി മുഖങ്ങൾ പുതിയ ചാനലിൽ ഉണ്ടാകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. റിപ്പോർട്ടർ നിലനിൽക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഡോക്ടർ അരുൺകുമാറും ടീമും റിപ്പോർട്ടറിനെ നന്നായി തന്നെ കൊണ്ടുപോകും എന്നുള്ളതും ഉറപ്പാണ്. ചാനൽ ഉടമസ്ഥനായ ആൻറ്റോ മുതലാളി നല്ലൊരു ജേർണലിസ്റ്റ് കൂടിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു റിപ്പോർട്ടർ ചാനലിലൂടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ, മുട്ടിൽ മരമുറി കേസിലെ പ്രതിയൊക്കെയായിരുന്നു അദ്ദേഹം. അതിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആര് പോയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ്. ചാനൽ മേഖലയിൽ കൂടുവിട്ട് കൂടുമാറ്റം സ്വാഭാവികമാണ്. ഒരു ചാനലിലിരിക്കുന്ന മുഖം പിറ്റേ ദിവസം അടുത്ത ചാനലിൽ ചെന്നിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥ ചാനൽ വ്യവസായം തുടങ്ങിയ കാലം മുതൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും ബിഗ് TV ന്യൂസിലേക്ക് ചേക്കേറുമ്പോൾ അത് റിപ്പോർട്ടറിന് തിരിച്ചടിയാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ആൻറ്റോ മുതലാളി.